നമസ്തേ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സോഷ്യലിസത്തെക്കുറിച്ചിട്ടാണ്. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിച്ചിരുന്നു. ഭാരതത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്ന ദിവസമായിട്ടാണ് റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. ആ ഭരണഘടനയിൽ ഇടക്കാലത്ത് കയറി വന്നൊരു വാക്കാണ് സോഷ്യലിസം. അത് തുടക്കത്തിൽ ഇല്ലാതിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് ഈ സോഷ്യലിസം എന്ന് പറയുന്നത്? ഉൽപ്പാദന ഉപാധികളുടെയും വിഭവങ്ങളുടെയും ഉടമസ്ഥത വ്യക്തികൾക്ക് നൽകുന്നതിന് പകരം ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ സർക്കാരിനോ ആയിരിക്കുന്ന ഒരു സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഈ സോഷ്യലിസം എന്ന് പറയുന്നത്. ഈ സോഷ്യലിസ്റ്റിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നത്? സാമ്പത്തിക സമത്വമാണ് അത് ലക്ഷ്യമാക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷ, ചൂഷണമില്ലാത്തൊരു സമൂഹം, ഇതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. മുതലാളിത്തത്തിന് വിപരീതമായി ആസൂത്രിതമായ ഉൽപ്പാദനത്തിലൂടെ പൊതുക്ഷേമം ഉറപ്പാക്കാൻ സോഷ്യലിസം ശ്രമിക്കുന്നു. ഇതാണ് അതിൽ നിന്നുള്ളൊരു വ്യത്യാസം. സോഷ്യലിസത്തിൻ്റെ പ്രധാന വശങ്ങൾ എന്താണ്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. പൊതു ഉടമസ്ഥതയാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് നിൽക്കുന്നത്. ഉൽപ്പാദന ഉപാധികളെല്ലാം തന്നെ, ഫാക്ടറികൾ, ഭൂമി, മറ്റ് പ്രധാന വിഭവങ്ങളെല്ലാം തന്നെ സമൂഹത്തിൻ്റെയോ സർക്കാരിൻ്റെയോ നിയന്ത്രണത്തിലായിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രധാന ഘടകം. രണ്ടാമത്തെ കാര്യം സമത്വമാണ്. വരുമാനത്തിലെ അസമത്വം കുറയ്ക്കാനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകാനും സോഷ്യലിസം ലക്ഷ്യമിടുന്നു. 3, ലാഭത്തിനല്ല മറിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പാദനം നടത്താൻ സർക്കാർ തലത്തിൽ ആസൂത്രണം ഉണ്ടായിരിക്കുക. അതാണ് സോഷ്യലിസം വിഭാവനം ചെയ്യുന്ന മൂന്നാമത്തെ പ്രധാന ഘടകം. നാലാമത്തെ എന്താണ്? ചൂഷണരഹിതമായ ഒരു സമൂഹം. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കുക. യഥാർത്ഥത്തിൽ ചൂഷണത്തിൽ നിന്ന് രക്ഷ എല്ലാവർക്കും വേണ്ടത്, പക്ഷേ ഇവിടെ ഫോക്കസ് നൽകുന്നത് തൊഴിലാളികൾക്കാണ്. അപ്പോൾ സോഷ്യലിസത്തിൽ തന്നെ പല തരങ്ങൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് മാർക്സിയൻ സോഷ്യലിസം, മറ്റൊന്ന് ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഇത് രണ്ടും എന്താണെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, കാരണം ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇതിൻ്റെ ഈ സോഷ്യലിസം എന്ന സിദ്ധാന്തത്തിൻ്റെ, പൊളിറ്റിക്കൽ സാമ്പത്തിക സാമൂഹ്യ സിദ്ധാന്തത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഒന്നാമത്തെ ഘടകം അമിതമായ ഭരണകൂട നിയന്ത്രണമാണ്. ഈ അമിതമായ ഭരണകൂട നിയന്ത്രണം ഉണ്ടാകുന്നതോടുകൂടി സ്വകാര്യ ഉടമസ്ഥാവകാശം ഇല്ലാതാകുന്നു. വ്യക്തികളിലെ ഊർജ്ജസ്വലതയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്നു. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ പോരായ്മ. രണ്ടാമത്തെ ഒരു കാര്യം തന്നെ കാര്യക്ഷമത കുറവ്. ഈ വിപണി അധിഷ്ഠിതമായ മത്സരം ഇല്ലാത്തതിനാൽ ഉൽപ്പാദനത്തിലും സേവനത്തിലും കാര്യക്ഷമതയിലും ഗുണനിലവാരത്തിലും കുറവ് സംഭവിക്കുന്നു. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, റഷ്യയുടെ ഒരു നല്ല പേസ്റ്റ് ലോകം ഇതുവരെ കണ്ടിട്ടില്ല, ടോയ്സ് കണ്ടിട്ടില്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ റഷ്യയുടെ യുദ്ധോപകരണങ്ങൾ മികച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവിടെ മത്സരമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ലോക രാജ്യങ്ങളായിട്ട് മത്സരമുണ്ട്. മറ്റു കാര്യങ്ങൾക്ക് അവിടെ റഷ്യക്കുള്ളിൽ മത്സരമില്ല. അതുകൊണ്ട് തന്നെ ഗുണനിലവാരമുള്ളൊരു സാധനം പുറത്ത് കണ്ടിട്ടുമില്ല. മറ്റൊരു പോരായ്മ അതിൽ കാണുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അമിതമായ ഇടപെടൽ ഉണ്ടാകുകയും അത് അഴിമതിക്കും ക്ഷേമ പദ്ധതികളുടെ കെടുകാര്യസ്ഥതയ്ക്കും കാരണമാകുന്നു. മറ്റൊരു പോരായ്മ സാമ്പത്തിക അസമത്വമാണ്. എങ്ങനെയൊക്കെ സമ്പത്ത് തുല്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചാലും സമ്പത്തിൻ്റെ പുനർവിതരണം പലപ്പോഴും ഉദ്ദേശിച്ച രീതിയിൽ നടക്കില്ല. അത് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ സഹായിക്കുകയില്ല. കാരണം അത് വീണ്ടും അന്തരം വർദ്ധിച്ചു വരും. കാരണം അസമത്വം ഡിസ്ട്രിബ്യൂഷനിൽ വന്നാൽ തീർച്ചയായിട്ടും അന്തരം വർദ്ധിക്കും. അത് വലിയ വിടവായിട്ട് മാറുകയും ചെയ്യും. മറ്റൊന്ന് തൊഴിലില്ലായ്മയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ സോഷ്യലിസ്റ്റ് സംവിധാനം എപ്പോഴും ഒരു മന്ദതയാണ് പ്രകടമാകുന്നത്. അത് പ്രകടമാക്കിയ പതിയെ അത് ദാരിദ്ര്യത്തിലേക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിലേക്കും നയിക്കും. ഇതൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ടതും വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് എക്സാമ്പിളുകളിലൂടെ. മറ്റൊരു പ്രധാന പോരായ്മയായിട്ട് കാണുന്നത് വ്യക്തിഗതമായിട്ടുള്ള പ്രേരണാക്കുറവാണ്. ഈ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥയാണ് സോഷ്യലിസ്റ്റിൽ. കാരണം തുല്യമായിട്ട് ആര് പ്രവർത്തിച്ചാലും തുല്യമായിട്ടാണ് വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ പിന്നെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആരെങ്കിലും ഊർജ്ജസ്വലത കാണിക്കുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ വ്യക്തികൾ കൂടുതൽ ഉൽപ്പാദനക്ഷമമായിട്ട് പ്രവർത്തിക്കുകയില്ല. അവരെ അതിൽ നിന്ന്, ആ പ്രേരണയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യും ഈ സംവിധാനം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ. ഈ പരാധീനതകൾ കാരണം പല സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും പിന്നീട് വിപണി അധിഷ്ഠിത പരിഷ്കാരങ്ങളിലേക്കും സ്വകാര്യവൽക്കരണത്തിലേക്കും ഒക്കെ പോകുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട്. ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, നമ്മുടെ നാട്ടിലല്ല. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതുണ്ടായില്ല എന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിതിലേക്ക് സോഷ്യലിസത്തിലേക്ക് കടക്കുമ്പോൾ സോഷ്യലിസം ചർച്ച ചെയ്യുമ്പോൾ
അതിൻ്റെ ഒരു ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. റോമാ സാമ്രാജ്യത്തിൻ്റെ പതനത്തോടെയാണ് യൂറോപ്പിൽ അവരുടെ രക്ഷയ്ക്കായിക്കൊണ്ടൊരു പുതിയ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനം ഉയർന്നു വരാനുള്ളൊരു പ്രേരണ ഉണ്ടായത്. ഏകദേശം 9-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനും ഇടയിൽ അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് ഫ്യൂഡലിസം എന്നൊരു സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനം അവിടെ ഉടലെടുക്കുന്നത്. ഫ്യൂഡലിസം റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം. ആ ഫ്യൂഡലിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രാജാവ്, ഭരണാധികാരി, അതിന് കീഴെ ഈ ഉൽപ്പാദന സംവിധാനങ്ങളെ മുഴുവൻ വിഭജിച്ച് ചില വമ്പന്മാരെ ഏൽപ്പിക്കുന്നു, ചില വ്യക്തികളെ ഏൽപ്പിക്കുന്നു, ചിലരെ ഏൽപ്പിക്കുന്നു. അവരെ വിളിക്കുന്നതാണ് ടെനൻസ് ഇൻ ചീഫ്. എന്നുവെച്ചാൽ രാജാവിന് കീഴെ ടെനൻസ് ഇൻ ചീഫ്, അവർക്ക് കീഴെ ലോഡ്സ് എന്നൊരു വിഭാഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. മാടമ്പിമാർ, മലയാളത്തിൽ തന്നെ മാടമ്പിമാർ എന്ന് പറയും. എന്നുവെച്ചാൽ ടെനൻസ്, ഭൂമി സംബന്ധമായ മറ്റു കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ ലോഡ്സിനാണ് ഉത്തരവാദിത്തം, മാടമ്പിമാർക്കാണ് ഉത്തരവാദിത്തം. ഈ മാടമ്പിമാരുടെ കീഴിലാണ് കർഷകർ വരുന്നത്. അവരെ സെർഫുകൾ എന്നാണ് വിളിക്കുന്നത്. കർഷകർ വരുന്നത്. ഈ കർഷകർ മാടമ്പിമാർക്ക് വേണ്ടി പണിയെടുക്കുന്നു. ഇവിടെയാണ് വലിയൊരു പ്രശ്നം ഈ സംവിധാനത്തിൽ നാം കണ്ടിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് അവിടെ സ്വാതന്ത്ര്യം നന്നേ കുറവാണ്. അവർ ലോഡ്സിൻ്റെ കീഴിൽ പണിയെടുക്കണം. അവർ പറയുന്ന സ്ഥലത്ത് തന്നെ വെച്ചാൽ അവരുടെ ബംഗ്ലാവും പരിസരത്തും തന്നെ താമസിക്കണം. അങ്ങനെ ഒരു തരത്തിൽ അടിമത്തത്തിലേക്ക് യൂറോപ്പ് മൊത്തത്തിൽ ഈ പുതിയ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കീഴിൽ വീഴുകയാണ് ഉണ്ടായത്. ഇത് വലിയ ചൂഷണത്തിന് കാരണമാക്കിയിട്ടുണ്ട് യൂറോപ്പിൽ. അപ്പോൾ ഈ ഫ്യൂഡലിസത്തിനെതിരെ പിന്നീട് 18-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രാൻസ് എന്നിവിടങ്ങളിലെല്ലാം രാഷ്ട്രീയ സാമ്പത്തിക വിപ്ലവങ്ങൾ സംഭവിച്ചു. ഫ്യൂഡലിസത്തെ അത് ഇല്ലാതെയാക്കി. പകരം പിന്നെ വന്നത് മുതലാളിത്തമാണ്. അങ്ങനെ മുതലാളിത്തം അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ മുതലാളിത്തം? അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഇവിടെ ഒരു സംവിധാനത്തെയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കല്ല ചെയ്യുന്നത്. ഞാൻ നടത്തിയ പരിശോധനകളുടെ ഒരു സംക്ഷിപ്തം അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിശദമായ പരിശോധനയ്ക്ക് ഒരുപാട് സമയം ആവശ്യമാണ്, ഒരുപാട് ചർച്ചകൾ ആവശ്യമാണ്. സ്വകാര്യ ഉടമസ്ഥത, ലാഭത്തിനുള്ള പ്രവർത്തനം, വിപണി മത്സരം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം. അതിൻ്റെ പ്രധാന ഫാക്ടേഴ്സ് എന്താണ്? സ്വകാര്യ ഉടമസ്ഥത. ഇപ്പോൾ ഫാക്ടറികളാവട്ടെ, ഭൂമിയാവട്ടെ, വിഭവങ്ങളാവട്ടെ, ഇവയെല്ലാം തന്നെ എന്നിവ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സ്വന്തമാക്കാം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രധാന ഘടന. അതിൻ്റെ മറ്റൊരു ഘടന, രണ്ടാമത്തെ ഘടന, പ്രധാനപ്പെട്ട ഘടന ലാഭത്തിനുള്ള പ്രേരണയാണ്. ലാഭം നേടുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അത് ഉൽപ്പാദനത്തെയും നിക്ഷേപത്തെയും വൻതോതിൽ ആകർഷിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന് വിപണി സംവിധാനമാണ്. വിപണിയാണ് വിലയും വിഭവങ്ങളുടെ വിതരണവും തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ. മറ്റൊരു പ്രധാന ഘടന അതിൽ മത്സരമാണ്, വിപണി മത്സരമാണ്. വിപണിയിലെ മത്സരമാണ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ നിശ്ചയിക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ വിലയെ നിശ്ചയിക്കുന്നു. അപ്പോൾ ഗുണനിലവാരം കൂട്ടാനും വില കുറയ്ക്കാനും ഈ വിപണി മത്സരം ക്യാപിറ്റലിസത്തിൽ സഹായിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. പിന്നീടുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെട്ട ജോലി സ്വീകരിക്കാനും ജോലി വിടാനും എല്ലാം അതിൽ സൗകര്യമുണ്ട്. നിക്ഷേപകർക്ക് അതിനനുസരിച്ച് നിക്ഷേപം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റൊന്ന് പ്രത്യേകത അതിൻ്റെ ലിമിറ്റഡ് ഗവൺമെൻറ്റാണ്. ഈ സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുവാനും വിപണി സുഗമമായി നടത്താനുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതാണ് സർക്കാരിൻ്റെ അവിടുത്തെ റോള്. അവിടെ ലിമിറ്റഡ് റോളാണ് സർക്കാരിനുള്ളത്. ഇതിനും പോരായ്മകൾ ധാരാളമുണ്ട് നമുക്ക് മനസ്സിലായല്ലോ. എന്താണ് അതിൻ്റെ പോരായ്മ? സാമ്പത്തിക അസമത്വം വർദ്ധിക്കൽ തന്നെ. സമ്പത്ത് ചില വമ്പന്മാരിൽ കേന്ദ്രീകരിക്കുന്നു. അവിടെയും തൊഴിലാളി ചൂഷണത്തിന് വിധേയമാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതിലൊക്കെ അപ്പുറത്തായിട്ട് ഉപഭോഗ സംസ്കാരം ഗംഭീരമായിട്ട് വർദ്ധിക്കും. മുതലാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഈ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സോഷ്യലിസം നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ വിഷയമായ സോഷ്യലിസം ഉയർന്നു വരുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഹെൻറി സൈമനും അതേപോലെ തന്നെ റോബർട്ട് ഓവനും ചാൾസ് ഫ്യൂരിയർ തുടങ്ങിയ ചില ചിന്തകരിലൂടെ സോഷ്യലിസം ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു വരാൻ തുടങ്ങിയത്. ഈ സോഷ്യലിസം എന്നും നിയന്ത്രണമില്ലാത്ത ഈ വിപണി മത്സരത്തിന് പകരമുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണ് വിഭാവനം ചെയ്യുന്നത്. അതാകട്ടെ സഹകരണത്തിനു വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു. യൂറോപ്പിൽ ആദ്യകാല മോഡലുകളെല്ലാം തന്നെ ഈ സോഷ്യലിസ്റ്റിൻ്റെ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സോഷ്യലിസ്റ്റിൻ്റെ മോഡലുകൾ യൂറോപ്പിൽ എല്ലാം തന്നെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. സോഷ്യലിസ്റ്റ് നടപ്പിലാക്കപ്പെട്ട പല രാജ്യങ്ങളും അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതി നാം കണ്ടു. പിന്നീട് മാർക്സും ഏംഗൽസും ചേർന്ന് വിപ്ലവ സോഷ്യലിസവുമായി രംഗത്തെത്തുന്നു. അതാണ് റഷ്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്.
ലെനിൻ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. സോഷ്യലിസ്റ്റിൻ്റെ സഹകരണ മാതൃകകളൊന്നും തന്നെ വ്യക്തി താൽപ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കലും അസാധ്യമാണെന്ന് ലെനിനും കൂട്ടരും തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ ബലപ്രയോഗത്തിലൂടെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ഓമനപ്പേരിട്ട് വിളിച്ച വിപ്ലവ സോഷ്യലിസത്തെ നടപ്പിലാക്കി. അതാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും രക്തരൂഷിതമായ ഒരു ചരിത്രത്തിലേക്ക് ആ നാടുകളെ തള്ളിവിട്ടത്. ഫ്യൂഡലിസം തകർന്ന് ക്യാപിറ്റലിസം വന്നു. ക്യാപിറ്റലിസത്തിൻ്റെ ചൂഷണങ്ങൾക്കെതിരെ സോഷ്യലിസം ഉയർന്നു വന്നു. സോഷ്യലിസം ഒരിടത്തും ക്ലച്ച് പിടിച്ചില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ സ്ഥാനത്ത് നവീകരിക്കപ്പെട്ട ക്യാപിറ്റലിസം വീണ്ടും ഉയർന്നു വരാൻ തുടങ്ങി. ആ നവീകരിക്കപ്പെട്ട ക്യാപിറ്റലിസത്തിന് മുമ്പ് സോഷ്യലിസം തകർന്നടിയുകയും ചെയ്തു. ചൂഷണത്തിനെതിരെ വന്നത് കൂടുതൽ ചൂഷണ മർദ്ദന ഉപാധികളായി മാറുന്ന കാഴ്ചയായിരുന്നു ഓരോ ഘട്ടത്തിലും നാം കണ്ടത്, സോഷ്യലിസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ക്യാപിറ്റലിസം നവീകരണ വിധേയമായി അങ്ങനെ നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ക്യാപിറ്റലിസം ഇന്ന് ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊരുപാട് നവീകരണത്തിന് വിധേയമായി തൊഴിൽ സംസ്കാരവും എല്ലാം അതിൽ നിയമങ്ങളും എല്ലാം അതിൻ്റെ കൂടെ വന്നു. എങ്കിലും വ്യക്തിയെ അന്തർസംഘർഷങ്ങളിലേക്കും അരാജകത്വത്തിലേക്കും തള്ളിവിടുക എന്ന ഒരു വസ്തുത ഈ ക്യാപിറ്റലിസത്തിൽ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. സർക്കാരുകൾക്കും നിയമങ്ങൾക്കും ഉപരി കടന്നു കയറുന്ന ചില സംവിധാനങ്ങളും പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളായിട്ട് നാം ക്യാപിറ്റലിസത്തിൽ കാണുന്നുണ്ട്. ചിലർ സർക്കാരുകളെ തന്നെ സ്വാധീനിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. വഴങ്ങാത്ത സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും നാം കണ്ടു. കൈവിട്ട മുതലാളിത്തം ലോകത്ത് അസ്വസ്ഥതകളാണ് പടർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 5-10 നൂറ്റാണ്ടുകൾക്കുള്ളിൽ യൂറോപ്പ് പലതരം രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളെ പരീക്ഷിച്ചു നോക്കി. ഒന്നും തന്നെ തൃപ്തികരമായിട്ട് മാറിയതുമില്ല. തമ്മിൽ ഭേദം എന്ന നിലയിൽ ക്യാപിറ്റലിസം അവിടെ നിലനിൽക്കുന്നു എന്ന് മാത്രം. എന്തുകൊണ്ട് അക്കാലയളവിലൊന്നും യൂറോപ്യൻ ചിന്തകർ ഭാരതത്തിലേക്കൊന്ന് കണ്ണോടിച്ചില്ല? ഇത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ചിന്തിക്കുമ്പോൾ. യുഗങ്ങളോളം ഒരു വ്യവസ്ഥയും രാഷ്ട്രവും അങ്ങനെ തന്നെ നിലകൊണ്ട ചരിത്രം ഭാരതത്തിലല്ലാതെ ലോകത്തൊരിടത്തുമില്ല. സമ്പന്നമായി ശാന്തി അനുഭവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഒരു രാജ്യം അങ്ങനെ നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അതിശയിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഭരണകൂടങ്ങൾ മാറുമ്പോഴും വ്യവസ്ഥയുടെ മൂലം മാറാതെ തന്നെ ഭാരതത്തിൽ നിലനിന്നിരുന്നു. എന്നിട്ടും കിഴക്കോട്ട് നോക്കാനും പഠിക്കാനും യൂറോപ്യന്മാർക്ക് കഴിഞ്ഞില്ല. ഈ പരിവർത്തനങ്ങളെല്ലാം പരീക്ഷണങ്ങളെല്ലാം യൂറോപ്പ് തലയിലേറ്റി നടക്കുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ ഒരേയൊരു കാരണമേ നമുക്ക് കണ്ടെത്താനാവൂ. അതിതാണ്, കഴിഞ്ഞ 1000 വർഷമായിട്ട് ഭാരതം എന്ന രാജ്യം നിരന്തരമായ വിദേശ ആക്രമണങ്ങൾ നേരിട്ടൊരു കാലഘട്ടമായിരുന്നു. ചിലപ്പോഴെല്ലാം അവരുടെ ഭരണത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും വീണുപോയിട്ടുണ്ട്. യൂറോപ്പിൽ മാറ്റം ആഗ്രഹിച്ച അതേ കാലഘട്ടത്തിലാണ് ഇവിടെ ഭാരതത്തിൽ ഈ കുഴപ്പങ്ങൾ സംഭവിച്ചത്. കഴിഞ്ഞ 5-10 നൂറ്റാണ്ടുകളിൽ ഭാരതത്തിൻ്റെ ഭരണം മുഗളന്മാരിലേക്കും പിന്നീട് ബ്രിട്ടീഷുകാരിലേക്കും എന്നുവെച്ചാൽ യൂറോപ്യന്മാരുടെ കൈകളിലേക്ക് വഴുതി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ടാവണം ഭാരത വ്യവസ്ഥയ്ക്ക് യൂറോപ്പിനെ സ്വാധീനിക്കാൻ കഴിയാതെ പോയത്. കാരണം യൂറോപ്പിൻ്റെ തന്നെ അടിമത്തത്തിലേക്ക് ഭാരതം വരുന്നൊരു ഘട്ടത്തിൽ ഇവിടുത്തെ ആ പഴയ ഭരണവ്യവസ്ഥയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനോ അതിനാൽ പ്രചോദിപ്പിക്കപ്പെടാനോ സ്വാധീനിക്കപ്പെടാനോ അവരുടെ ഈഗോ മൂലം കഴിഞ്ഞു കാണില്ല. എന്നാൽ പഴയ കാലത്തുള്ള യൂറോപ്യൻ ചിന്തകർ ഭാരതത്തോട് അങ്ങനെയല്ല അവരുടെ കാഴ്ചപ്പാട് നിലനിർത്തിയിരുന്നത്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഭാരതത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ലോകത്തിനൊട്ടും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ആധുനികന്മാർക്കും ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ആ ഒരൊറ്റ പ്രത്യേകതയാണ് ഭാരതം യുഗങ്ങളായി അങ്ങനെ അഖണ്ഡമായി നിലനിന്നതും നമ്മുടെ ജനപദങ്ങൾ സമ്പന്നമായി ശാന്തമായി നിലകൊണ്ടതും. അതെന്താണ്? അതായത് ഭാരതത്തെ ഭരിച്ചത് രാജാക്കന്മാരായിരുന്നില്ല, ചക്രവർത്തിമാരായിരുന്നില്ല, മറിച്ച് ധർമ്മമായിരുന്നു. ഓരോ ചക്രവർത്തിയും അല്ലെങ്കിൽ ഓരോ രാജാവും ആ ധർമ്മത്തിൻ്റെ പ്രതിപുരുഷന്മാരായിരുന്നിട്ടാണ് രാജ്യം ഭരിച്ചത്. ധർമ്മത്തിൻ്റെ പ്രതിനിധികളായിട്ടിരുന്നു കൊണ്ട് ഭരിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ കർത്തവ്യം. ആരെങ്കിലും ആ ധർമ്മത്തിന് വിരുദ്ധമായി നീങ്ങിയാൽ അയാളെ അധർമ്മിയായി ഗണിക്കുകയും സ്ഥാനത്ത് മാറ്റാനുള്ള സമൂഹത്തിൻ്റെ പരിശ്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എന്നുവെച്ചാൽ അതിപുരാതനമായ കാലം മുതൽ ഭാരതത്തിൻ്റെ ഭരണഘടന ധർമ്മമായിരുന്നു. അതിന്നുള്ളവർക്ക് പറഞ്ഞാൽ ഒട്ടും മനസ്സിലാകില്ല. കാരണം അതൊരു 5 നൂറ്റാണ്ടിൻ്റെ വിടവിൻ്റെ പ്രശ്നമാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ വീക്ഷണം യൂറോപ്യൻ ചിന്താഗതിയുടെയും അവരുടെ യുക്തികളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ. അവരുടെ ചരിത്രത്തിലൂടെ സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ പഠിച്ചതാകട്ടെ
ഫ്യൂഡലിസവും ക്യാപിറ്റലിസവും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെയാണ്. അവയെ തമ്മിൽ താരതമ്യം ചെയ്യാനും ഇതിൻ്റെയൊക്കെ രീതിശാസ്ത്രങ്ങളും സൗന്ദര്യ വീക്ഷണവും വെച്ച് നോക്കിയാൽ നമ്മുടെ അതായത് ഭാരതത്തിൻ്റെ ധർമ്മം എന്തെന്ന് ഒരു പിടിയും കിട്ടില്ല. ഭാരതത്തിൻ്റെ ഭരണഘടന ധർമ്മമാണെന്ന് പറഞ്ഞാൽ ആധുനികർ ഒന്ന് നെറ്റി ചുളിക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയൊന്നും അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ വാൽമീകി രാമായണമോ മഹാഭാരതമോ പുരാണങ്ങളോ ഇനി അതല്ല ഇതിലേതെങ്കിലുമോ ഒന്ന് വായിച്ചിട്ടുള്ളവന് ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് പെട്ടെന്ന് തന്നെ പിടികിട്ടും. രാമായണം മുഴുവൻ 2 വാക്കുകളിൽ ഊന്നി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ധർമ്മം, സത്യം എന്നതാണ് ആ 2 വാക്കുകൾ. രാമൻ ധർമ്മമാകുന്ന ആ ഭരണഘടനയുടെ മാനുഷരൂപമാണെന്ന് വാൽമീകി മഹർഷി ആവർത്തിച്ച് രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുജനായിരിക്കുന്ന ഭരതൻ പാദുകങ്ങളായി സിംഹാസനത്തിൽ വെച്ചതും ആ ധർമ്മത്തെ തന്നെയാണ്. ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായിരുന്നിട്ടാണ് അദ്ദേഹം ഭരണം നടത്തിയതും. ഇതിനെയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് വേദാന്തവും അതിനെ പിൻപറ്റി ആധുനിക മാനേജ്മെൻറ്റും ഇന്ന് പറയുന്നത്. അതായത് ഇതെൻ്റേതല്ല, ഞാൻ അതിൻ്റെ നടത്തിപ്പുകാരൻ മാത്രം എന്നതാണ് ആ കാഴ്ചപ്പാട്. രാജാക്കന്മാരുടെ സ്ഥാനാരോഹണത്തിൻ്റെ ചടങ്ങുകൾ ദീക്ഷിച്ചാലും ഇക്കാര്യം നമുക്ക് വ്യക്തമാകും. രാജഗുരു ഒരു ദണ്ഡെടുത്ത് അധികാരമേൽക്കുന്ന രാജാവിൻ്റെ തലയിൽ മുട്ടും. അതായത് രാജാവ് ധർമ്മം തെറ്റിച്ചാൽ ധർമ്മം രാജാവിനെ ശിക്ഷിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ആ മുട്ട്, ധർമ്മദണ്ഡ് കൊണ്ടുള്ള മുട്ട്. നെഹ്റു പ്രധാനമന്ത്രിയായ സമയത്ത് നമ്മുടെ സന്യാസിമാർ നെഹ്റുവിന് നൽകിയതും അതേ ധർമ്മദണ്ഡാണ്. ധർമ്മം നോക്കി ഭരിച്ചോളാനാണ് അന്ന് സന്യാസിമാർ ഉദ്ദേശിച്ചത്. പക്ഷേ മൂപ്പരാകട്ടെ അതെവിടെയോ കൊണ്ടിട്ടു. പിന്നീട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ് അതൊക്കെ ചികഞ്ഞെടുത്ത് പൊടി തട്ടിയെടുത്ത് പുതിയ പാർലമെൻറ്റ് നിർമ്മിച്ചപ്പോൾ സ്പീക്കറുടെ ചേംബറിൻ്റെ മുകളിൽ, തലയ്ക്ക് മുകളിൽ അത് സ്ഥാപിച്ചത്. അതിനെ ധർമ്മദണ്ഡായാണ് നരേന്ദ്രമോദി സർക്കാർ സ്ഥാപിച്ചതെങ്കിൽ നമ്മുടെ പുതിയ പാർലമെൻറ്റും ഭരണാധികാരികളും അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ സാമാജികരും ഭരണാധികാരികളും ധർമ്മമാണ് നമ്മുടെ ഭരണഘടനയെന്ന് വീണ്ടും തത്വത്തിൽ അംഗീകരിക്കുകയാണ്. അതല്ല അതൊരു അലങ്കാരമായാണ് കാണുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല. എല്ലാ ആഗോള സംവിധാനങ്ങൾക്കും പ്രശ്നങ്ങൾക്കും യഥാർത്ഥ ബദൽ എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മമെന്നാണ് എൻ്റെ ഉത്തരം. എൻ്റെ ഉത്തരമല്ല, ഈ നാടിൻ്റെ ഉത്തരം. അപ്പോൾ ആ ധർമ്മത്തെ എങ്ങനെ മനസ്സിലാക്കാം എന്നൊരു ചോദ്യം വരും. അത് നിലവിലുള്ള ഭാരതീയരുടെ മുഴുവൻ ജോലിയാണ് കേട്ടോ. ഗവേഷണം നടത്തിക്കൊള്ളൂ, അതിനെ കണ്ടെത്തിക്കൊള്ളൂ, മനസ്സിലാക്കിക്കൊള്ളൂ. അതല്ല ധർമ്മം എന്നത് പഴഞ്ചനാണ്, ഫ്യൂഡൽ മെൻറ്റാലിറ്റി ആണെന്നൊക്കെയുള്ള ഈ മറ്റു പലരും പറയുന്ന ജാർഗണുകളുമായിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, മനുഷ്യന് സമാധാനം നൽകാത്ത സാമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ധർമ്മം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇസ്ലാമിക ഭരണകാലത്തും യൂറോപ്യൻ ഭരണകാലത്തുമല്ലാതെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ധർമ്മ സംവിധാനത്തെ മാറ്റി മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല, മറ്റൊരു ഓപ്ഷനെ പരീക്ഷിക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് ചിന്തയുടെ മറുകര കണ്ട നാടാണ് ഭാരതമെന്ന് അസന്ദിഗ്ധമായി ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം റാഷണലായ ചിന്തയിലൂടെ ഇന്ദ്രിയഗ്രാഹ്യമായ എല്ലാത്തിനെയും തലനാരിഴ കീറിപ്പരിശോധിച്ച് നേതി എന്ന് പറഞ്ഞ് സത്യത്തെ ദർശിച്ചവരുടെ നാടാണിത്. അങ്ങനെയുള്ളവരാണ് വിദൂരമായി പോലും മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നതും ധർമ്മത്തെ പിൻപറ്റി ഇവിടെ ജീവിതക്രമം ചിട്ടപ്പെടുത്താൻ ആഹ്വാനം ചെയ്തതും അനാദിയായി അതിനെ പിന്തുടർന്നതും. എന്തുകൊണ്ടാണ് അവരൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്? ധർമ്മം എന്നത് പുതിയൊരു വ്യവസ്ഥയെക്കുറിച്ച് കുറച്ച് പേരിരുന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമല്ല, മറിച്ച് എക്കാലത്തും ഉള്ളതായൊരു വ്യവസ്ഥയുടെ തിരിച്ചറിവാണത്. ആ തിരിച്ചറിവിനോടുള്ള സാമ്യപ്പെടലാണ്. അതായത് ഇൻവെൻഷനല്ല, ഡിസ്കവറിയാണെന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ നമുക്ക് പറയാം. ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാവണം നമ്മുടെ പുതിയ കാല ഗവേഷകർ അന്വേഷണം നടത്തേണ്ടത്. എങ്കിൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ധർമ്മം രക്ഷിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.